ഞാൻ താഷ്കൻഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റേണാണ്. അങ്ങനെ ഞാൻ യൂഷ്വലി വെക്കേഷനിൽ നാട്ടിൽ വരാറുണ്ട്. നാട്ടിൽ വരുന്ന സമയത്ത് താഷ്കൻഡ് ടു ഡൽഹി ഫ്ലൈറ്റിൽ ഒരു മെഡിക്കൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു, ആസ്കിങ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് ഐ അസിസ്റ്റഡ് ടു ഹെൽപ്പ്. അങ്ങനെ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു 48 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ. ഒറ്റ നോട്ടത്തിൽ എനിക്കൊരു പാനിക് അറ്റാക്ക് പോലെ അല്ലെങ്കിൽ ആങ്സൈറ്റി അറ്റാക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വി ഗോ ബൈ ദ റൂൾ. അങ്ങനെ ABC റൂൾ വെച്ച്, അങ്ങനെ എയർവേ ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ റൂൾ വെച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത്, വൈറ്റൽ ചെക്ക് ചെയ്ത സമയത്ത് അവരെ ഹാർട്ട് റേറ്റ് ഈസ് 150 അബവ്. അതേപോലെ തന്നെ എല്ലാ ഡയഗ്നോസിസിലും ഒരു 80-90% അവരെ ഹിസ്റ്ററി തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു ഹിസ്റ്ററി എടുക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് അവർക്ക് റിക്കറൻ്റ് ആയിട്ടുള്ള SVT അല്ലെങ്കിൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ ഫെർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ച സമയത്താണ് മനസ്സിലായത് അവർ രാവിലത്തെ ബീറ്റാ ബ്ലോക്കേഴ്സ് മിസ്സാക്കിയിട്ടുണ്ട്, ഡ്രഗ്സ് മിസ്സാക്കിയിട്ടുണ്ട് രാവിലത്തെ. ചിലപ്പോൾ അതുകൊണ്ടും അവർ റിക്കറൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടും കൂടെ ചിലപ്പോൾ ഓൺ ഫ്ലൈറ്റ് എന്തെങ്കിലും ഒരു ട്രിഗർ വന്നിട്ട് അവർക്ക് ആയതായിരിക്കാം. അങ്ങനെ ഞാൻ പുട്ടിങ് ദ പീസസ് ടുഗെദർ ഞാൻ SVT സസ്പെക്ട് ചെയ്ത ഒരു പ്രൊഫഷണൽ ഡയഗ്നോസിസ് ആയിട്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഓൺ എ ക്ലിനിക്കൽ സെറ്റപ്പ് നമ്മൾ ചെയ്യാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനോസിൻ കൊടുക്കലാണ്, അഡിനോസിൻ ബൂസ്റ്റ് ചെയ്യാനാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഫ്ലൈറ്റിൽ അഡിനോസിൻ ഒന്നും അവൈലബിൾ അല്ല. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ 2 പ്രൊസീജിയേഴ്സ്, മോഡിഫൈഡ് വാൽസ് പ്രൊസീജിയർ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കാരോട്ടിഡ് മസാജ് ഉണ്ട്. അങ്ങനെ കാരോട്ടിഡ് മസാജ് ചെയ്തു. അങ്ങനെ ഗ്രാജുവലി ഷീ ഗോട്ട് ബെറ്റർ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബേസിക് ട്രെയിനിങ്, കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അണ്ടർ പ്രഷർ വർക്ക് ചെയ്യല്, കാരണം അത്രയും ഒരു ഹൈ അപ്പ് ഓൾട്ടിറ്റ്യൂഡിൽ നമുക്ക് വളരെ കുറച്ച് സമയം നമ്മളെ കയ്യിലുള്ളൂ. ആ ഒരു സമയത്ത് എടുക്കുന്ന ഡിസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് പറ്റണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു സ്ഥലത്ത് നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ട് തന്നെ വേണം. ആ ഒരു ട്രെയിനിങ് എനിക്ക് ശരിക്കും കിട്ടിയത് അൽമാസ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാൻ ഇനിഷ്യലി അൽമാസിൽ സർജറി, അതേപോലെ തന്നെ ട്രോമ ആൻഡ് എമർജൻസിയിൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് അണ്ടർ നജ്മൽ സർ. അതേപോലെ തന്നെ എൻ്റെ മെൻറ്റർ നജീബ് സാർ നമ്മളെ പ്ലാസ്റ്റിക് സർജനാണ്. സാർ അണ്ടറിൽ ഞാൻ ഏകദേശം 2 years എല്ലാ വെക്കേഷൻ വരുമ്പോൾ സാർ അണ്ടറിലാണ് ഞാൻ എൻ്റെ ട്രെയിനിങ് എടുക്കാറ്. സോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ് സർജറി, പ്ലാസ്റ്റിക് സർജറി, മൈക്രോവാസ്കുലർ തന്നെയാണ്. സോ ഇവരൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും, കാരണം അണ്ടർ പ്രഷർ വർക്ക് ചെയ്യാൻ അത്യാവശ്യം കൂടുതൽ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അൽമാസ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത്യാവശ്യം ട്രോമ, അതേപോലെ തന്നെ ഒരു പ്രോപ്പർ ട്രോമ സെൻറ്റർ തന്നെയാണ്. അപ്പോൾ കൂടുതൽ കേസസ് ഇവിടെ അണ്ടർ പ്രഷർ ഇഷ്ടംപോലെ കേസസ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു ധൈര്യമുണ്ട്. എമർജൻസി ട്രെയിനിങ് ഇസ് വണ്ടർഫുൾ. അൽമാസിന് BLS ACLS ട്രെയിനിങ് ഒക്കെ ഉണ്ടത് അൽമാസ് തന്നെയാണ് കഴിഞ്ഞത്. സോ ഇറ്റ് ഹെൽപ്ഡ് എ ലോട്ട്. ശരിക്കും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.